നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ ഈ വഴിക്ക് ഫോളോ മീ. കഞ്ചാവിന്റെ ഓയിൽ എടുത്ത് മയക്കുമരുന്നുണ്ടാക്കുന്നു അല്ലടാ. നാടൻ ചാരായത്തിൽ കളർ ലേബൽ ഒട്ടിച്ച ഫോറിൻ ലീക്കറാ അല്ലടാ പട്ടി കടവടവനെ. ആരുടെ ഇതൊക്കെ? പറടാ. അത് പിന്നെ നരേന്ദ്ര മുതലാളിയുടെ. കമ്മീഷണർ ഉണ്ടോടാകത്ത്? കഴിവാരുടെ മോനെ, നീ എന്ത് തന്തയ്ക്ക് പ്രക്കാരിയാണടാ കാണിച്ചത്? നരേന്ദ്ര മുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നിനക്കെന്ത് പുല്ലാടാ പറയാനുള്ളത്? കാട്ടിനകത്ത് മയക്കുമരുന്ന് നിർമ്മാണവും കള്ളവാറ്റും നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ഇതുപോലുള്ള നിരവധി കംപ്ലൈന്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് പെട്ടെന്ന് റെയ്ഡ് നടത്തണമെന്ന് പറയുമ്പോ അനുസരിക്കുന്നു. നന്ദി കെട്ട നായ്ക്കൾ. അങ്ങനെ പറയരുത് സാർ. ഈ കേസിൽ സാറിനെ ഞങ്ങൾ പ്രതിയാക്കിയിട്ടില്ല. അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് ജെയിംസിന്റെ പേരിലാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി ഇങ്ങനെ പരാതി കിട്ടുമ്പോ മിനിസ്റ്റർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഏത് പട്ടികൾക്കാടാ പരാതിയുള്ളത്? സാറിന്റെ കള്ളുഷാപ്പിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നവരാ. മാർക്സിസ്റ്റുകാർ, യൂണിയൻ നേതാക്കൾ, ഒരു സുഗുണനും ചന്ദ്രനും. സുഗുണനും ചന്ദ്രനും, ചതിക്ക് ചതി. അതാണ് എന്റെ വഴി. സുഗുണനും ചന്ദ്രനും അവന്മാരെ എനിക്ക് വേണം. അവർക്ക് യാതൊരു സംശയവും തോന്നാതെ ഞാൻ പറയുന്നത് നീ എത്തിച്ചു തന്നാൽ മാത്രം മതി. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ആവശ്യപ്പെട്ടത് ആദ്യം ജോലി, പിന്നെ ശമ്പളം. അതാണ് നരേന്ദ്രന്റെ ശൈലി. നീ ജോലി പൂർത്തിയാക്കുന്ന നിമിഷം നിന്റെ പണം തന്നിരിക്കും. ശരി. ലാൽ സലാം സഖാക്കളെ. അല്ല, ഇതാര് സഖാവ് സുകുമാരനോ? എന്താ സഖാവേ ഈ വഴിക്ക്? നിങ്ങൾ കൊടുത്ത പരാതി അനുസരിച്ച് നരേന്ദ്രന്റെ ഗോഡൌൺ റെയ്ഡ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരെയും എക്സൈസ് കമ്മീഷണർ പുത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ എന്നെ അയച്ചത്. കേശു, പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. സുകുമാര, നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ? വിടറാ, വിടറാ. ചന്ദ്ര, ചന്ദ്ര. സുഗുണേട്ടാ, വിടറോ.
വഴിപാടിന്റെ രസീത് എടുത്തോളൂ. ആ സുഖു, നീ അമ്പലത്തിലൊക്കെ ഒന്ന് തുടങ്ങിയോ? അല്ല, അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ അമ്മയ്ക്ക്? ഒരു വ്യത്യാസമില്ല, അതേ കിടപ്പ് തന്നെ. ഇന്ദു, ഉം. ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെ. അതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ച കാര്യം നേടുമെന്ന് തോന്നുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. 9 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക പോസ്റ്റിംഗ്, ടീച്ചറായിട്ട്. നിനക്കൊരു ജോലി വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്കുണ്ട്. അറിവ് വർദ്ധിപ്പിക്കാനല്ല ഞാൻ പഠിച്ചത്, ഒരു ഉദ്യോഗം നേടാൻ തന്നെയാ. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനോടും കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ. അതിനുവേണ്ടി മറ്റുള്ളവർ എത്ര കാലം കാത്തിരിക്കണമെന്നാ? ജോലി കിട്ടുന്നവരെ. എന്ന് പറഞ്ഞാൽ ഒക്കില്ല. അതിനൊരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യണം. മാക്സിമം 1 ഇയർ. നമസ്കാരം. ആ, കേശവ പിള്ളയോ? സുഖൂനെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഇവന്റെ കാര്യം പറയാൻ തന്നെയാ ഞാൻ വന്നത്. ആ. ഗൾഫിൽ സുഖു ജോലിക്ക് അപേക്ഷിച്ച കമ്പനിയിൽ നിന്ന് വിസയും ടിക്കറ്റും വന്നു. ആഹാ. പലപ്പോഴായി എന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പകരം ഈ സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. എല്ലാം ദൈവാനുഗ്രഹം എന്ന് ധരിക്കുക. മാധവൻ നായർക്ക് അറിയുമോ, ശാരദയുടെ കിടപ്പിനേക്കാൾ കൂടുതൽ ജോലിയൊന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനമായി നടക്കുന്ന ഇവനെ ഓർത്തിട്ടായിരുന്നു എനിക്ക് വിഷമം. ആ, നന്നായി വരട്ടെ. ഈശ്വര. ഇന്ദു എം നായർ, ഉം. MA ലിറ്ററേച്ചർ, BA ഡെൻഫീൽ, എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. അല്ല, സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ? എവിടെയായാലും പോകാൻ സർ, ഒരു ജോലി കിട്ടിയാൽ മതി. ഗുഡ്. ആ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ, ഇറ്റ്സ് ഓക്കെ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പാർട്ടിയിലെ ചിലർക്കൊക്കെ എന്നെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പോണം. പോകാൻ വരട്ടെ. നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട്. വാ, നമുക്ക് ശിവേഷിന്റെ അടുത്ത് പോകാം. ആരാ പറഞ്ഞത്?
അച്ഛൻ പോയിക്കോളും. പോകാനല്ലേ പറഞ്ഞു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അച്ഛനൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പോകാൻ പോകാൻ. എന്തിനാടാ ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരെങ്കിലും കണ്ടാൽ? മുതലാളി, അത് സുകുമാരനെ അവന്മാര് തട്ടി. ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ. ഇനിയും പുറത്തു നിർത്തിയാൽ വേണ്ട, ഇവന്മാരെ കോയമ്പത്തൂരേക്ക് പറഞ്ഞു വിട്ടേര്, നമ്മുടെ ബോട്ടിലിംഗ് സെന്ററിലേക്ക്. അവിടെയാണ് കൂടുതൽ സേഫ്റ്റി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാം. പൊയ്ക്കോ. ശരി. എന്താ സാർ ഇതൊക്കെ? അറിയില്ലടാ, ഒരുത്തനെ കുത്തിക്കീരി കൊന്നിട്ട് ചോദിക്കുന്നതാ. എവിടാ മറ്റുള്ളവരൊക്കെ? എന്നാ അമ്മച്ചി? എടി, തുറയില് പോലീസ് ഇറങ്ങിയിരിക്കുന്നു. നീ ചാരായ കുപ്പിയൊക്കെ എടുത്ത് അകത്ത് പോയി അതിന്റെ കുപ്പി കൊണ്ട് വന്നോ. എന്താടാ ഇത്? കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാ. കിണറിൽ വാട്ടർ. ഇങ്ങട് ഇങ്ങോട്ട് വാടാ. അടിക്കരുത് സാറേ. അകത്താരെങ്കിലും ഉണ്ടോടി? ഇനി നിന്റെ മോള് പെണ്ണങ്ങ് വളർന്നു പോയല്ലോടി. കഴിഞ്ഞ ആഴ്ച ഈ തുറയിൽ കമ്മ്യൂണിസ്റ്റുകാരും BSSകാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ? അതിലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സത്യം പറ, ഇനി ആരൊക്കെ അവിടെ BSSകാരുള്ളത്? എനിക്കറിയില്ല സാർ. ഞങ്ങൾ ആ സംഘത്തിലൊന്നും പെട്ടവരല്ല സാർ. സംഘത്തിൽപ്പെട്ടവനല്ലെങ്കിൽ താൻ ഇതിനോട് ഓടിയത്? ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അത് പിന്നെ പോലീസുകാരെ കണ്ട എനിക്ക് പേടിയാ. ഓ, പോലീസിനെ പേടിയാണല്ലേ? സർ, ഇവൻ ആ സംഘത്തിൽപ്പെട്ടവനല്ല സർ, നസ്രാണിയാ. ചേച്ചി, ചേച്ചി, എന്തടി? ചേട്ടനെ അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന്. എന്റെ കുഞ്ഞ് ഞങ്ങളെ വിട്ടേച്ചു പോയപ്പോ ഗൾഫിലേക്ക് പോകാൻ. അയ്യോ, എന്റെ മോനെ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഫോണുണ്ട്. പിന്നെ വിളിക്കാൻ പറയടോ. സർ, താൻ എവിടെ പോയി കിടക്കായിരുന്നോ? ഞാൻ ആ മർഡർ കേസിൽ പിടിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ASP ഇവിടെ ഇല്ല സർ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. വേണ്ട, ഈ കേസ് താൻ ഇനി അന്വേഷിക്കണ്ട. ASPയോട് പറഞ്ഞേക്ക്. താൻ ഇങ്ങോട്ട് വാ. സർ, റാസ്കൽ കാഴ്വരുടെ മോൻ. എന്താണ് സർ? ആ നമ്പ്യാരെന്നെ വിളിച്ചതാ. ചേറ്റ.
പാളയ സ്റ്റേഷൻ എന്റെ കീഴിൽ വെറും പി സി ആയിരുന്നവനാ നാറി. CM-ന്റെ കുണ്ടി വാങ്ങി അവനിപ്പ PI, SP യുടെ പോസ്റ്റും. കഷ്ടപ്പെട്ട് നമ്മള് കേസ് അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചോണ്ട് വരിക. എന്നിട്ടിപ്പൊ പറയുന്നൊന്നും വേണ്ടെന്ന്. ബാക്കി പറയാൻ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുക. ASP ഒന്നാ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്തന്ന്. ശരി സാർ. എന്താ സാർ എനിക്കൊരു പരാതിയാണെങ്കിൽ എവിടെ കൊടുത്തേക്ക്. ഓ എന്താ സാർ? ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞിക്കുട്ടൻ. അതെ സാർ, ചെമ്മങ്ങാട് UP സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരൂ സാർ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ ഈ കാണിക്കുന്ന ഒരു സാഹസമാണ്. സ്വന്തം മകനെതിരായിട്ട് തന്നെ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. കള്ളക്കടത്ത്, പെൺവാണിഭം, കള്ളനോട്ടടി. ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല. പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും. അവന്റെ തൊപ്പി പോവും. ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പ്. ഈ കൊലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ടെന്ന മോളിൽ നിന്നുള്ള ഉത്തരവ്. അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല. അതിനിടയിൽ ഈ സാക്ഷിമൊഴിക്ക് എന്താവില്ല? സ്വന്തം മകനായ ശിവദാസനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവർത്തനത്തിലില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. സ്റ്റാലിൻ ശിവദാസനെ ആദരിക്കുന്നവൻ. അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല. അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ? മകനെ കൊലക്കേസിൽ പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം. പഴയ സർവോദയനാഥ് അവന്റെ ചീപ്പ് സെൽഫിഷ് മെന്റാലിറ്റി ആൻഡ് ജോബ്. നിർത്തടാ. അറുങ്കൊല നടത്തിയിരുന്ന് രക്ഷപ്പെടുന്ന കരുതണ്ട, അനുഭവിക്കും. ഇല്ല, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. കൂടെ നിന്ന് ചതിച്ചവരെ, പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും. അവരാരായിരുന്നാലും, സ്വന്തം അച്ഛനായിരുന്നാൽ പോലും. ഭീഷണിപ്പെടുത്തുന്നടാ. മേലിൽ ഇത് ആവർത്തിക്കരുത്, സൂക്ഷിച്ചോ. നമ്പ്യാരെ, അവന്മാരോട് ഈ കേസ് അന്വേഷിക്കേണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പോ കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനൊക്കെ അന്വേഷണം നിർത്തിവെച്ചില്ലേ? ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിലെടുത്തവർ കുറച്ചു ദിവസം റിമാൻഡ് കഴിയട്ടെ. തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്കാവില്ല. അത് ഏതാണ്ട് ശരിയായി വരിക. ആ നിലയ്ക്ക് കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തയ്ക്കണം. എന്താണോ നമ്പ്യാർ നിങ്ങളുടെ അഭിപ്രായം? നരേന്ദ്രൻ മുതലാളി പറഞ്ഞതാണ് ശരി. പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റാണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം CM-നെയും കാത്ത് പുറത്തു നിൽപ്പുണ്ട്. ശ്രീകണ്ഠൻ നായർ ധൈര്യമായിട്ട് പൊക്കോളൂ. എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് അച്ഛാന്ന് വിളിച്ചോണ്ടായിരിക്കും അല്ലേ? എന്റെ മകൾ പങ്കജത്തിന്റെ കൂട്ടുകാരിയാ, ശ്രീകലാ മേനോൻ. നമുക്കേ ഈ ട്രോളിങ്ങിനെതിരായി ഒരു ബന്ധോ ഹർത്താലോ സംഘടിപ്പിക്കണം സഖാവേ. ബന്ധു ഹർത്താലും എത്ര ആയടോ? ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു അതിര് വേണ്ടേ? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ എത്ര ബന്ധം നടത്തി? അതിനെന്താ, നേതാക്കന്മാർ മരിച്ചാൽ പിന്നെ നമ്മൾ അനുശോചിക്കണ്ടേ? വേണോടോ, പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ചെയ്താൽ മരിച്ചവരോട് ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക, വെറുപ്പും വൈരാഗ്യമായിരിക്കും. നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പ്രതിഷേധ പ്രകടനമാവാം, അല്ലേ ശിവേട്ട? അപ്പൊ ഒരു കാര്യം ചെയ്യും, കിട്ടാവുന്നിടത്തോളം ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ട മൈതാനത്തേക്ക് വരിക. ഞാൻ യോഗസ്ഥലത്തുണ്ടാവും. ദിവാകരന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി എന്നു വരയ്ക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. അനുവദിക്കില്ല, 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 അനുവദിക്കില്ല. ട്രോളിംഗ് ഞങ്ങൾ അനുവദിക്കില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ ഘോഷയാത്രയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക. ജനങ്ങൾ വെറുക്കുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. പ്രകടനത്തെ അലങ്കോലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ എല്ലാം കണ്ടു മരിക്കത്തില്ല. ദിവാകര സൂക്ഷിച്ചോ. നിർത്തൂ. ഈ പ്രകടനം തടയണമെന്നാണ് CM-ന്റെ ഓർഡർ. ദയവായി നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം. മത്സ്യത്തൊഴിലാളി ഐക്യം. പോലീസ് തീരുമാനിക്കുക. പോലീസ് തീരുമാനിക്കുക. മത്സ്യത്തൊഴിലാളി ഐക്യം. തൊഴിലാളി ഐക്യം.
ചില നാശങ്ങൾ പറ്റിയിട്ടുണ്ടാവും. ഉവ്വ് ഉവ്വ് സർ. നമസ്കാരം സഖാവേ. സാറ് സഞ്ചീറിലെ അമിതാഭ് ബച്ചനാകാണ്. എന്തോ അങ്ങയെപ്പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വരുന്ന പാവങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ലേ സാറേ ഈ കസേര? തന്നെ പോലുള്ള റൗഡികൾക്കല്ല. എഴുന്നേക്കണോ? റൗഡി തന്റെ മറ്റവൻ. എന്താ പറഞ്ഞത്? കൈയിട്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. കഴിഞ്ഞ 6 മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറെ പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ? മാത്രമല്ല ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങളിൽ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചതക്കുകയും ചെയ്തു. തെരുവിൽ കൊള്ളയടിക്കുന്നു, അക്രമം കാണിക്കുന്നുവാണോ സമാധാനം? അക്രമം കാണിച്ച ഞങ്ങളല്ല. യെസ്, ഡോണ്ട് ബ്ലെയിം അതേഴ്സ്. ഇറ്റ് ഈസ് യു, യുവർ പീപ്പിൾ, പീപ്പിൾ ഇൻ ദ പ്രൊസഷൻ. അല്ല, തെരുവ് റൗഡികളും സാമൂഹ്യ വിരുദ്ധരും വാടകഗുണ്ടകളുമാണ്. പ്രകടനത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാതെ അതിനവർക്ക് അവസരം ഉണ്ടായി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ആർ യു മേക്കിംഗ് കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് us? പുതുതായി ചാർജ് എടുത്ത താങ്കൾക്ക് ഈ സ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. ലോക്കപ്പിൽ വെച്ച് ചവിട്ടിക്കുന്ന ഒരാളെ അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് വള്ളിയിൽ കെട്ടിത്തൂക്കിയത്, ഭരണകക്ഷി നേതാവിനെ പ്രീണിപ്പിക്കാൻ എതിരാളിയുടെ മലദ്വാരത്തിൽ ലാത്തി കുത്തിക്കയറ്റിയത്, 15 വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ നിൽക്കുന്ന തങ്കച്ചനാണ്. തങ്കച്ചൻ, സ്റ്റേഷനിൽ വന്ന് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തുണ്ട്. അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? തന്നോടും കൂടെ ചേർത്താ. റെസ്റ്റ് എടുക്കട്ടെ. ശരി ഡോക്ടർ. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കൊണ്ടുപോയിക്കോളൂ. അയ്യോ, ഓടി വരണം ഡോക്ടർ. ഇയാൾ എന്തിനാ ഇതിൽ കയറി കിടക്കുന്നത്? നിങ്ങൾക്ക് ഒരു അസുഖമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ, പോലീസുകാരുടെ ഇടിയേറ്റ് എന്റെ ആന്തരാവം മുഴുവൻ ഡാമേജ് ആയി പോയി ഡോക്ടർ. ഈ കോയിൽ വെച്ച് എന്നെ ഒന്ന് പരിശോധിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട് ഡോക്ടർ. ഡോക്ടർക്കല്ല, എനിക്ക്. ഞാൻ പിന്നെ ഡോക്ടർ സൗകര്യമായിട്ടൊന്ന് കണ്ടോളാം. ഇപ്പൊ എന്നെ ഒന്ന് പരിശോധിക്കണം ഡോക്ടർ. ഇയാള് മര്യാദയ്ക്ക് അനുസരിക്കുന്നുണ്ടോ അതോ ഞാൻ അറ്റൻഡറെ വിളിക്കണോ? അയ്യോ, അറ്റൻഡറെ വിളിക്കണ്ട. എന്നെ അഡ്മിറ്റ് ചെയ്ത് രോഗിയാക്കൂ. അയ്യോ, എനിക്ക് അടിയന്തര ചികിത്സ തന്നേ. എന്താ പ്രശ്നം? ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുക. എന്താടാ? അല്ല, ഇവിടെ പരിക്കേറ്റ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് സഹായവും ഒരു ധൈര്യവും പിന്തുണ. അതിനോട് ആണുങ്ങളുണ്ട്. തുറയിലുള്ളവരാകെ പരിഭ്രമിച്ചിരിക്കാവും. ആർക്ക് എന്താ പറ്റിയെന്നറിയാതെ. ആൻറ്റോ അങ്ങോട്ട് ചെല്ല്. വിശ്വം വാർഡിലുണ്ടാവണം. ഞാനൊന്ന് സൂപ്രണ്ടിനെ കണ്ടുവരാം. ഏയ് സഖാവേ, ഒന്ന് നിക്കണം. സഖാവിന് പരിക്കൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിലും നിന്റെ ചികിത്സ വേണ്ട. ഓഹോ, താങ്ക്സ്. 1-2 തവണ അമ്മ സഖാവിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു. എന്താ കാര്യം? എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പിന്നെ കാണാതായപ്പോ തോന്നിയതാവും. പിന്നെ അമ്മയ്ക്കിപ്പോ അസുഖം കൂടിയിരിക്കുന്നു. ആസ്മ തന്നെ. ചില നേരത്തെ ശ്വാസം മുട്ടൽ കണ്ടു നിൽക്കാൻ പറ്റില്ല. സൈക്കോളജിക്കലാവും. ഏട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി എടുത്തില്ലേ, അതോർത്ത്. ശിവേട്ടൻ വീട്ടിൽ വരാത്തതിന്റെ കാരണം ഞാനല്ലേ? എനിക്കറിയാം. ഹലോ മച്ചു. ഹലോ ശരത്. ഇദ്ദേഹത്തെ അറിയില്ലേ? മിസ്റ്റർ ശിവദാസ്. സ്റ്റാലിൻ ശിവദാസ് എന്നും പറയും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു അല്പം ജോലിയുണ്ട്. എന്താ നീ റൗഡിയുമായി ഇങ്ങനെ? നോ ശരത്, അദ്ദേഹം റൗഡിയല്ല. എന്റെ ഏട്ടന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഒന്നിച്ചാ പഠിച്ചത്. അന്നൊക്കെ ദിവസം വീട്ടിൽ വരും. അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയായിരുന്നു. MA ഫൈനൽ ഇയർ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ ഒരു വഴക്ക് പുറത്തൊരു സംഘടനമായി എൻ്റെ ഏട്ടനെ കുത്തേറ്റു. ശിവേട്ടൻ്റെ കയ്യിൽ കിടന്ന ഏട്ടൻ മരിച്ചത്. ഒരുപക്ഷെ ആ സംഭവമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനൊരു തീവ്രവാദിയാക്കിയത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു IPS ഓ IAS ഒക്കെ ആകാമായിരുന്നു. പക്ഷേ പോലീസ് റിക്കാർഡിൽ അയാൾ റൗഡിയാണ്, പാർട്ടി ഗുണ്ട. നാട്ടിൽ എവിടെ ഉണ്ടോ സമാധാനം? ദിവസവും വെട്ടും കുത്തും കൊലയൊലേ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് രാജിവെച്ചൊഴിയണമെന്ന് ഞങ്ങൾ പറയുന്നത്. സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതെ, അന്നൊന്നും രാജിവെച്ച് ഒഴിയണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. നീ കോട്ടയം പത്രത്തിന്റെ ആളല്ലേടോ? നിനക്കേ അങ്ങനെ ചോദിക്കാൻ കഴിയൂ. എടാ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പത്രാധിപരാ ഞാൻ. ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ പത്രാധിപരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ITUC-ക്കാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ മറുഭാഗത്തുമായിട്ട്. അതൊക്കെ നിങ്ങൾ ബൂർഷോ പത്രക്കാരെ എഴുതി പിടിപ്പിക്കുന്ന നുണക്കഥകളാണ്. ITUC-യുമായി തർക്കമുണ്ടെങ്കിൽ യൂണിയന്റെ അഖിലേന്ത്യാ നേതാവ് ലൂക്കോസ് ഇവിടെ ഇരിപ്പുണ്ട്. പറയട്ടെ. പാർട്ടിക്കകത്ത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് തർക്കവും തമ്മിൽ തല്ലുമല്ല.
എഡിറ്ററെ പറ്റിയാണെങ്കിൽ ഏകകണ്ഠേന ഞങ്ങൾ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ നടക്കുന്ന ISRO കുറിച്ച് സഖാവിനെ അനന്ത സാറിനൊന്ന് കാണണമെന്ന്. അതിനെക്കുറിച്ച് സഖാവ് എന്താ മിണ്ടാത്തത്? സഖാവിനെ കാണണമെന്ന് പറഞ്ഞു. ആ ഇരിക്കൂ. സുകുമാരന്റെ ശവസംസ്കാരത്തിന് എന്തോ എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുഗു. എന്നിട്ടും എന്തായിരുന്നു അവനെ കൊല്ലാൻ കാരണം? നീ പറയില്ല, എനിക്കറിയാം. പഠിച്ചിരുന്ന കാലത്തെ നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും MYFയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിനക്കുണ്ടായ വളർച്ചയിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട്. പക്ഷേ അന്ന് നിന്നെ എതിർത്തവരുടെ കൂടെയാണ് നീ ഇപ്പോ. അവരുടെ പ്രേരണയ്ക്കൊത്താണ് നീ പ്രവർത്തിക്കുന്നതും. സഖാവ് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. സുകുമാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്രൂപ്പിന്റെയോ ലോബിയുടെയോ പ്രേരണ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സുകുമാരൻ ഒറ്റിക്കൊടുത്ത് കൊലപ്പെടുത്തിയ നമ്മുടെ സഖാക്കളിൽ നിന്നാണ്. ചളിയിലും വെള്ളത്തിലും പൂണ്ടുകിടന്ന ജ്യേഷ്ഠാനുജന്മാരുടെ മൃതശരീരം കൊല്ലപ്പെട്ട സുഗുണന്റെയും ചന്ദ്രന്റെയും കൂടെ സംഭവ ദിവസം സുഗു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. അന്നേ ഞങ്ങൾക്ക് സുഗുവിന് സംശയം ഉണ്ടായിരുന്നു സുഗു അവരെ കൊണ്ടുപോയി കൊല്ലിച്ചാണെന്ന്. പിന്നീട് രഹസ്യമായിട്ട് അവനെ പിന്തുടർന്നപ്പോൾ PSSകാരുടെയും നരേന്ദ്രൻ കോൺട്രാക്ടറുടെയും ഗ്രൂപ്പുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ നരേന്ദ്രൻ കോൺട്രാക്ടർ ആളുകളെ ജയിലിൽ നിന്ന് ഇറങ്ങി. സുഗു അവരോടൊപ്പം നിൽക്കുന്നത് യാദൃശികമായി വിശ്വം കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ഞാൻ അവിടെ എത്തിയതുകൊണ്ടാണ് വിശ്വൻ രക്ഷപ്പെട്ടത്. ആ നിലയ്ക്ക് സുഗുവിനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. വ്യക്തിപരമായി ഉദ്ദേശം വെച്ചൊന്നുമല്ല, പാർട്ടിയെ ക്രൂരമായി വഞ്ചിച്ചത്. പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ്. നമ്മുടെ പത്രത്തിന്റെ ഡയറക്ട് ബോർഡിലേക്ക് CGയുടെ പേരാണല്ലോ നിർദ്ദേശിച്ചിരുന്നത്. ആ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമല്ലേ? നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. എവിടെയായിരുന്നു താൻ? കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. വാ വാ താൻ ഇവിടുന്ന് 2 പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒക്ടോബർ പാസ് ഒരു കുറിപ്പ്, ജേക്കബ് ദരിതയുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ്. ഞാൻ ഇവിടുന്ന് തനിക്കല്ലാതെ മറ്റാർക്കും പുസ്തകങ്ങൾ കൊടുക്കാറില്ല. ഞാൻ വന്നത് CGയെ പാർട്ടി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ ക്ഷണിച്ചിരുന്നല്ലോ. പത്രത്തിന്റെ നടത്തിപ്പിൽ ഒരു അഡ്വൈസറാകാൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അതേപ്പറ്റി ഒന്നും പറയണ്ട. ചേരിപ്പോരും തമ്മിത്തല്ലും നടത്തുന്നവർക്കിടയിൽ എന്നെ കുറിച്ചിക്കാൻ നോക്കണ്ട. CG ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ഉണ്ടടോ. പുറമേ കാണുന്നില്ലെങ്കിലും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പലരും എന്നെ ഫോൺ ചെയ്യാറുണ്ട്. ചിലരൊക്കെ നേരിട്ട് വന്നും പറഞ്ഞു. പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണുന്നത്. മുമ്പ് 48-ലും 49-ലും സംഭവിച്ച ഉൾപ്പാട്ടി സമരം പോലെ. അന്ന് പക്ഷേ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. 2 ഫ്രാക്ഷനിലും പെട്ടവരെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം രമ്യതയിലാക്കി വിട്ടു. പക്ഷേ 62-ലെ സംഭവങ്ങൾ പാർട്ടിയെ ശരിക്കും പടർത്തിയില്ലേ? അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇല്ല CG, അങ്ങനെ സംഭവിക്കില്ല. മുമ്പ് നടന്ന ഉൾപാർട്ടി സമരങ്ങൾ ആശയപരമായിരുന്നു. അടവുകൾ പ്രയോഗിക്കുന്ന രീതിയെപ്പറ്റി. ഇവിടെ അങ്ങനെ നയസമീപനത്തെപ്പറ്റി ഒരു തർക്കവുമില്ല. നേതാക്കന്മാർക്കിടയിലുള്ള ചില്ലറ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നേതൃത്വം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനീ കിഴവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നു? കിഴവന്മാർക്ക് പരിചയവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പ്രായമാവുന്ന ആരുടെയും കുറ്റമല്ലല്ലോ. ശിവദാസൻ, എന്റെ തന്നെ പ്രതിരൂപമാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. പഠിപ്പ് ഒഴിപ്പിക്കാനാവാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട്, കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട്, പാർട്ടിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം. അതായിരുന്നു ഞാൻ. നിന്റെ പ്രായത്തിൽ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയാഘോഷങ്ങൾ പലതവണ നേരിൽ കണ്ടവനാണ് ഞാൻ. റെഡ് സ്ക്വയറിൽ നടന്ന പടുകൂറ്റൻ പരേഡുകൾ, അതെല്ലാം തകർന്നില്ലേ? പക്ഷേ അതിൽ കൂടുതൽ ഇവിടെ ഞാൻ കൂടി അംഗമായ പാർട്ടിയിലെ ഭിന്നതയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. CG ആവശ്യമില്ലാതെ സംശയിക്കുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. Do you think so? No, I believe it. എടി സാറാ ഇങ്ങ് വാ. ഇങ്ങ് വാടി. പല തവണ ആളെ വിട്ടിട്ട് നീ മോളെ അയച്ചില്ല. നിന്റെ കള്ളച്ചാരായ വിൽപ്പനയ്ക്ക് തള്ളയും മോളെയും തൂക്കിക്കൊണ്ട് അറിയാഞ്ഞിട്ടല്ല, അടിച്ചതിന്റെ എല്ലിയാ ഓടിക്കും. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് മോളെ വിട്ടോ. വിടോ. എവിടെ പോയിട്ട് വരുന്നെല്ലാരും കൂടെ? വെള്ളെടുക്കാൻ പോയിട്ട് വരാ പള്ളിക്കണത്തിന്ന്. ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വറ്റി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുന്നില്ലേ സഖാവേ? നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, അതിനൊക്കെ വഴി ഉണ്ടാക്കാം. എങ്കി പുണ്യം കിട്ടും സഖാവേ. ശരി, കേറ്. സഖാവിനോട് പറഞ്ഞല്ലോ സമാധാനം. ഇപ്പൊ എനിക്കൊരു സഖാവേ. എന്താ സാർ ചേട്ടത്തി? ആ ഇൻസ്പെക്ടർ തങ്കച്ചൻ പലതവണ വന്നു ഉപദ്രവിക്കാൻ. എന്റെ മോളെ അയാൾക്ക് വേണമെന്ന്. എന്റെ കെട്ടിയും ചത്തേ പിന്നെ കഷ്ടപ്പെട്ട ഞാനും എന്റെ മോൾ ഇവിടെ കഴിയുന്നത്.
ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ കാലമാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന്. മറ്റൊരാളോട് എനിക്ക് പറയാനില്ല. ഞങ്ങളെ രക്ഷിക്കണം സഖാവേ. സാറേ, എന്താണോ സാറേ, ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? അത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മുടെ സാറച്ചേട്ടത്തിന്റെ മോളില്ലേ അമ്മിണി, ഒരു രാത്രിക്ക് സാർ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു രാത്രി ആക്കണ്ട സാറേ, ആയിക്കോ ആയിക്കോ. ഓക്കറിത്തരം പറയാതെ ഇറങ്ങി പോടോ. ചോദിക്കാം സാറേ, ഞാൻ ഇപ്പൊ വിളിക്കാം. നാണിച്ച് നിൽക്കാൻ ഞാൻ അകത്തെ കയറി പാടി. നമ്മുടെ സാറല്ലേ, അവക്ക് ഭയങ്കര നാണം. ഇവിടെ ഒരു രാത്രി ഞാൻ സാറിന് വിട്ടുതരാം. പകരം ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സാറിന് ഭാര്യയോ മകളോ പെങ്ങളോ ആരെയെങ്കിലും ഒരു രാത്രി എനിക്കും വിട്ടുതരണം. എന്താ? പിന്നെ നീ എന്ത് കരുതാ പൊട്ടി? പോലീസാണെന്ന് കരുതി തുറയിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ ഇവന് തുണി വെച്ചിട്ട് കൊടുക്കണോ? പന കഴിവണ്ട മോനെ. ശിവദാസ, എന്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്, നാണം കെടുത്തരുത്. ഓഹോ, നാണം എന്ന് പറയുന്ന സാധനം തനിക്ക് ഉണ്ടോ? മറ്റുള്ളവർക്കും കുടുംബം ഉണ്ടെന്ന് താൻ ഓർക്കണം. മേലിൽ ഇത് ആവർത്തിച്ചാണ്ടല്ലോ അരിഞ്ഞുകളെ ഞാൻ. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ശിവദാസ്. അങ്ങേര് അരിഞ്ഞുകളെന്ന് പറഞ്ഞാൽ അരിഞ്ഞുകളയും. പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതിയുടെ അറിയാലോ. മനോജ്, ഒരു കാര്യത്തിലും നമ്മുടെ സമുദായക്കാർ തമ്മിൽ യോജിക്കില്ല, പരസ്പരം സഹായിക്കില്ല. നിങ്ങളുടെ പത്രം കേരള ഭൂമിയും വ്യത്യസ്തമല്ല. കോട്ടയം പത്രം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ പൊക്കും. ചീഫ് മിനിസ്റ്ററെ മുതൽ പ്രൈം മിനിസ്റ്ററെ വരെ നോമിനേറ്റ് ചെയ്യുന്നത് അവരല്ലേ? ഇനി അവരുടെ സംഘടന നോക്കൂ, മലയോര കർഷക പാർട്ടി. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തമാശ തോന്നും. എന്നാൽ സത്യമതല്ലേ? തെറ്റിപ്പിരിയുന്ന ഈ ബീജങ്ങൾ ഒറ്റയ്ക്ക് കിളിർത്തു വരുമ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രിയെ കിട്ടുന്നില്ലേ? എണ്ണത്തിൽ അവരുടെ 10 ഇരട്ടിയായ നമ്മൾക്കോ? മനോജ്, ഇപ്പോ ഭരണകക്ഷിയായ ഐക്യജനാധിപത്യക്കാർക്കിടയിൽ ഐക്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ഇടതുപക്ഷക്കാർക്കൊരു വാക്ക് ഓവറായിരിക്കും. അവിടെ അനന്തര മുഖ്യമന്ത്രിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അദ്ദേഹം നിന്നു തരുമോ സ്വാമി? എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ്, ധാരാളം ചെലവുള്ള ഏർപ്പാടാണ്. പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം. സർ, യുവജന കൺവെൻഷനാണ്, വളരെയധികം ചെലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുമല്ലോ. ദാരിദ്ര്യവാസി എടുത്തോളൂ, പോടാ. അകത്ത് വന്നോ. എങ്ങോട്ടാ? മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. നമ്മുടെ ഇടയിൽ തമ്മിത്തല്ല് നാട്ടുകാരുടെ മുമ്പ് വെച്ച് വേണ്ട. വാ, നിന്നെ കണ്ടല്ലടാ. രാവിലെ തുടങ്ങി ഇടപാടാ. വയറ്റിനകത്ത് ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുത്ത് അകത്ത് എറിഞ്ഞു കൊടുക്കട്ടെ. നീ കരുന്ന എണ്ണ ആൻഡോ, ഇവിടെ വാടാ. ആ കയ്യിലുള്ളതൊക്കെ അവിടെ വെച്ചിട്ട് പോ. കയ്യില്ല എന്തോന്ന്? എന്റെ ഒന്നുമില്ല. വെച്ചിട്ട് പോടാ. എന്തോന്നിത്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വെച്ചിട്ട് പോടാ. ആത്മാർത്ഥക്ക് ഇവിടെ ഒരു വിലയില്ല. ഞാൻ 5 പൈസ എടുത്തിട്ട് കാലത്തോട്ട് ഇവിടെ ഇരുന്നതാ. എന്തോന്ന്? അയ്യോ, ചതി ചതി. ഇതേതോ സഹാക്കള് പാര വയ്ക്കാൻ വേണ്ടി എന്റെ പറയാൻ കൊണ്ടുവച്ചാ. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? മോശമില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. മാർക്കറ്റ്, ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണ്ട ITUC-കാരുള്ള ഒരിടത്തും ഞങ്ങളെ കാല് കുത്താൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി കിട്ടുമായിരുന്നു. ശിവദാസ് വന്നേ. പിരിവിന്റെ കാര്യത്തിൽ ITUC-കാർ ഉടക്കി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ITUC-യുടെ ശക്തിയും പണവും ഇല്ലാതെ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ലൂക്കോസിനെ പോലുള്ളവരുടെ ധാരണ. അത് വെച്ച് MYF-യുടെ നിയന്ത്രണം കൂടി അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു.
അതിന്റെ വൈരാഗ്യം തീർക്കായിരിക്കും അവര്. ആ മനോജൻ അറിയില്ലേ, കേരള ഭൂമിയുടെ MD. പിന്നെ ഇത് സ്വാമി. പിന്നെ ITUCയുടെ സഹായമില്ലെന്ന് കരുതി കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു കുറവും വരുത്തണ്ട. പോരാതെ വരുന്ന പണം അത് എത്രയായിരുന്നാലും മനോജ് തരും, അല്ലേ മനോജ്? അതെ, കേരള ഭൂമിയുടെ പേരിൽ സ്പോൺസർ ചെയ്യാം. ആ, നീ എന്താ ആലോചിക്കുന്നേ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ITUCക്കാര് സഹകരിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം അത് സഖാവിന് അറിയാമല്ലോ. ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. മതി, കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ അതും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എടോ, കേരളത്തിലുടനീളം നടക്കുന്ന ബക്കറ്റ് വരവിൽ ITUC സഹകരിക്കുന്നില്ലേ? പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ടൊരു സംഭവം, അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത് ഒന്നും പറയണ്ട. പാർട്ടിയിലെ മേലാളന്മാരിൽ ചിലർ യൂണിയൻ പ്രവർത്തകരോട് കാണിക്കുന്ന ചിറ്റമ നയത്തിൽ പലർക്കും ഗ്രീവൻസ് കാണും. അതായിരിക്കും സേവിയർ അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്, അതിനവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിരിവെടുക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും സഖാവ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ, എങ്കിൽ അത് വിട്ടാക്കി. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നാളെ മത്സ്യത്തൊഴിലാളികളുടെ ലോൺ വിതരണത്തിന് ചെയർമാൻ വരുന്നുണ്ടല്ലോ, ദിവാകരൻ. ഉവ്, അയാളാണെങ്കിൽ സ്വന്തം സമുദായക്കാർക്കും കുടുംബക്കാർക്കും മാത്രമേ ലോൺ അനുവദിക്കുന്നുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് ശക്തിയായിട്ട് തന്നെ നേരിടണം. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ, ശരി, ഞാൻ വരാം. നമസ്കാരം സാർ. ആ, ഇത് ചുമ്മാതല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എനിക്കെതിരായി സർക്കാരിലേക്ക് പരാതി അയച്ചവരല്ലേ നിങ്ങൾ? ദിവാകരൻ കള്ളനാണ്, തെമ്മാടിയാണ്, അഴിമതിക്കാരനാണെന്ന്. ആ കൂട്ടഹർജിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പിന്നെന്തിന് എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്നു? സാറേ, എനിക്ക് എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാ. സഖാവ് ശിവദാസനും കൂട്ടിനും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സഖാവ് ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ്, അവൻ മത്സ്യത്തൊഴിലാളികളെ പറ്റി എന്തറിയാം? അവൻ കടലിൽ പോയിട്ടുണ്ടോ? വള്ളവും വലയും എന്താണെന്ന് അറിയാത്ത ആ സഖാവ് പറയുന്നതാണ് നിങ്ങൾക്ക് കാര്യമെങ്കിൽ അവനോട് തന്നെ പോയി ചോദിക്കാം. അയ്യോ സാറേ, ഞാൻ കൊണ്ടുപോടും. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്. താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല, ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്ക്? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഇറങ്ങടാ വെളിയിൽ. ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 7 കണ്ടത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകുട്ടിക്കൊടുത്തും സൽക്കരിച്ചും തൊട്ട കൊത്തും കുഴിച്ചുപിടി ഞാൻ. ചില നാണംകെട്ട മന്ത്രിമാരുടെയും ഇവനെപ്പോലുള്ള ചില വാലാട്ടി പട്ടികളുടെയും പിൻബലം കൊണ്ട് നിനക്ക് ഈ നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ കോർപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാണോടാ? നിന്റെ തലവെടുത്ത് നോക്കാനോടാ? ഇതായാലും 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. ആ ലോൺ അപേക്ഷയാണിത്. ഇടറാ ഒപ്പ്. നരേന്ദ്രൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്ന് വെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ കണ്ണൂടെ വർത്തമാനം കൂടി പറഞ്ഞു. ഈടോ തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കില്ല. പിന്നെയുള്ളത് കുറെ ക്രിസ്ത്യാനികളും
ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ ഈ കസേരന്ന് തെറിപ്പിക്കും. ഞങ്ങൾ കാരണം സാറിന് ഒരു ദോഷവും വരികയില്ല. വരത്തില്ല. ഏത് അത്യാപത്തിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മുമ്പ് നിന്നിട്ടുണ്ടല്ലോ. സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കൊടുക്കണം സാറേ. ശരി ശരി. സാർ, ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും വോട്ടിറക്കാൻ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചോദിക്കണോ അവറ്റകളെ? അതിനല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ലാത്തി ചാർജ് അല്ല, വെടിവെച്ചാൽ പോലും അവന്മാർ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് വോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത്. ശരി ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. തൊഴിലാളി സമരം തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ. ഇറങ്ങി വരണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി വോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇറങ്ങി വരണം, ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കാൻ. അരുത് നിങ്ങളെ, അരുത്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഈ കാര്യത്തിൽ ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇറങ്ങണം മലയാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ പരിധിയിൽ നിന്നും വരാം. അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ, ആഴക്കടലിൽ വലയെട്ടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ. അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ട് ഇറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ട് ഇറക്കുന്നില്ല. എന്താ പോരെ? മത്സ്യത്തൊഴിലാളി ഐക്യം! മത്സ്യത്തൊഴിലാളി ഐക്യം! ശിവദാസ്! നരേന്ദ്രൻ മുതലാളിക്ക് മാത്രമല്ല, ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ. സംഭവത്തെ പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നെങ്കിൽ ശിവദാസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൈയും കാലും തല്ലി ഓടിച്ചാണ്. ഓ, ഇയാളിപ്പോ പൊളുത്തും. എടോ, താൻ കേട്ടിട്ടിരുന്നിട്ട് പോ. നമുക്ക് നമ്മുടെ ആളുകൾ തന്നെ മതി. അവരെ കൊണ്ട് വേണം കൈകാര്യം ചെയ്യിക്കാൻ. അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ദിവാകരൻ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം. പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ CM-നെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അവനെ കസ്റ്റഡിയിലെടുത്ത് കൈയും കാലും തല്ലിയൊടിക്കാൻ. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്റെ കളിപ്പിള്ളയോ? പന്ന റാസ്കൽ. സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ, നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവും ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവനൊരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമുണ്ട്. ഒരുപാട് മസിൽ പിടിക്കല്ലേ. ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ചെയ്യണം. വേണ്ട, സാർ പോയാട്ടെ. ASP ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസനും എന്നോടൊപ്പം ഉണ്ടാവും. കേരള ജീപ്പില് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ യൂണിഫോമിന്റെ വിലകളായിരുന്നു. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകള്ളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ.
നിങ്ങൾ നിഷ്ക്രിയരായതുകൊണ്ടാണ് കാസർഗോട്ട് നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ശിവദാസിനെയും വിശുനെയും രണ്ടിനെയും ഇന്നത്തോടെ തീർക്കണം. യൂണിയൻകാർ തമ്മിലൊരു സംഘടനമായി തോന്നിക്കാവൂ. നമ്മൾക്കിതിലൊരു പങ്കുമില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും. അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അതിന് 88 ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി, 91 ഡോക്ടർ PSRB ജെയിംസ് കമ്മിറ്റി, 92 ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മ പരിപാടികളുമില്ല. ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, മഴക്കാലത്ത് ബോട്ടിറക്കാൻ നാം ആരെയും അനുവദിക്കരുത്. എന്ത് വില കൊടുത്താലും, ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും. ആക്രമിച്ചവരാരാന്ന് ജയചന്ദ്രൻ പറഞ്ഞോ? അയാൾക്ക് പരിചയമുള്ളവരാരെങ്കിലും? ഇല്ല, 3-4 പേര് കത്തിയും വാളും കേട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഏട്ടൻ തന്നെ സഹായിക്കണം. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ഏട്ടാ. ഏട്ടൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ജയനിപ്പോ എവിടെ ഉണ്ട്? എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഏട്ടനെ കാണാനുള്ള മടിയുണ്ട് പുറത്ത്. പേടിച്ചല്ല, അവള് നിർബന്ധിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നു, വിഷ്ണുനോടും. രണ്ടുപേരെയും വകവരുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളുടെ മീറ്റിംഗിൽ ബോംബെറിഞ്ഞ ഞങ്ങളല്ല. ഞങ്ങൾക്കതിൽ പങ്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ശിവേട്ടൻ അത് വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിരിക്കും. കാരണം എന്റെ അനിയത്തി വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷേ അന്നവിടെ കത്തിക്കരിഞ്ഞ ശവങ്ങൾ കണ്ട പാർട്ടി അണികൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ജയൻ സൂക്ഷിക്കണം.
ജയൻ, താങ്കളുടെ ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും. ഇത് സത്യം. 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 ജയ് ഭാരത് മാതാ. എന്താ കാര്യം? നിനക്കൊന്നും അറിയില്ല അല്ലടാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പരസ്പരം വെട്ടിക്കേറി ചാവുന്നു? കമ്മീഷണർ, ഞങ്ങളുടെ ജയേന്ദ്രനെ കൊന്നവരോ? ജയചന്ദ്രനെ കൊന്നു ഇവരല്ല. നമുക്കിടയിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ എങ്ങനെ വെട്ടിയും കുത്തിയും ചത്തതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? എത്ര ശവങ്ങൾ വേണു? ഒന്നും അറിയാത്ത പാവങ്ങളുടെ, നിരപരാധികളുടെ. മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുത മുതലെടുക്കുകയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ജയചന്ദ്രന്റെ കൊലപാതകിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്, ലോക്കപ്പിൽ. നരേന്ദ്രൻ കോൺട്രാക്ടർ ഗുണ്ടകൾ. ശിവദാസും BSSകാരുമായുള്ള സംഘടനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതിനിടയിൽ ആ കമ്മീഷണർ വന്ന് അവന്മാരെ കോംപ്രമൈസ് ആക്കി. ഞാൻ അറിഞ്ഞു. ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ആ ശിവദാസിന്. ശിവദാസൻ ഇല്ല, അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശിവേട്ടൻ എങ്ങോട്ടാ? ഞാൻ അറിഞ്ഞു എല്ലാം. ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ. കൂടെ നിന്നവർ പോലും കൈവിട്ടില്ലേ? ശത്രുക്കൾ ഇതൊരു അവസരമായി ഉപയോഗിക്കും. ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം. പുതിയൊരു ജീവിതം. അഞ്ജു, പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം എനിക്കില്ല. നീ പോലും അതിനുശേഷം വരൂ. പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്കെതിരെ നടപടിയെടുത്തത്. അത് തിരുത്താൻ പാർട്ടി അണികളെ ഞാൻ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ശത്രുക്കളെ പേടിച്ച് ഓടി ഒളിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൂടാത്തതാണ്. സത്യം വെളിപ്പെടുത്തണം. അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ തടസ്സം നിൽക്കരുത്. നീ എന്താ ഇവിടെ? നീ എന്തിനത് ചെയ്തു? എന്റെ ഒരു കൂടപ്പുറപ്പായിട്ട് നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു അനിയനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് നീ നിർത്തിച്ചു. ഇനി എന്നെ തല്ലരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നിട്ട് എന്നെ തല്ലയോ കൊല്ലയോ എന്ത് വേണമെങ്കിലും ചെയ്യും.
കൊല്ലങ്ങളായി ഞാൻ ശിവേട്ടിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോലീസിന്റെ ഇടി കൊള്ളാനും കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് പാർട്ടി എനിക്ക് എന്ത് തന്നു? മാസം 300 രൂപ അലവൻസ്. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടും ദിവസം 500 1000. ഞാനന്ന് അവിടെ കയറിയതിന് ശിവേട്ടൻ എന്നോട് വഴക്കിട്ടു. മറ്റ് തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ആ സേവിയറിനോട് എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു അല്ലേ? അതുകൊണ്ടാണോ നീ പാർട്ടി ഒറ്റുകൊടുത്തത്? അല്ല, ഇന്നലെ കയറി വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കാറും ബംഗ്ലാവും വാങ്ങുന്നു. കടപ്പുറത്ത് കള്ളും കഞ്ചാവും ചാരായം വെച്ച് നടന്നവനെ പാർട്ടി മേയറാക്കുന്നു. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറക് വെട്ടിയും വെള്ളം കോരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സ്റ്റാലിൻ ശിവദാസ് അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. 6 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ്. കടം വാങ്ങി വാങ്ങി മടുത്തു. പാർട്ടി ശിവേട്ടിനെതിരെ എടുത്ത തീരുമാനം കൂടിയായപ്പോ ഞാൻ മാറി. വൈരാഗ്യത്തോടെ തന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവരുടെ കൂടെ ചേർന്നു. പണത്തിന് വേണ്ടി മാത്രം. ആരാ നിനക്ക് പണം തരുന്നത്? ഇവനാണോ ഈ നരേന്ദ്രൻ? അല്ല. പിന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആരാണ്? പറടാ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇനി നീ ഒളിച്ചിട്ട് കാര്യമില്ല, പറടാ. CG. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറത്തിന്റെ നോട്ടീസ് പോലും അച്ചടിച്ചത് CGയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ്. രഹസ്യമുറി? കള്ളം പറയരുത്. സത്യമാണ് സഖാവേ. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് CG ആണ്. CG. നിങ്ങൾ അങ്ങോട്ട് കമാൺ കേക്ക്. ശിവദാസ്, നീ എന്തിനകത്ത് കയറി? പറയാം. മിസ്റ്റർ CG, നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടെന്നും അപരിചിതരായ പലരും ഇവിടെ വന്നു പോകാറുണ്ടെന്നും ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയണം CG, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? CIA, മൊസാദ്, ISI? പറയാം. ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമിൻഡോൺ വഴി കോടിക്കണക്കിന് രൂപ അന്യരാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി പണം മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുടക്കുന്നു. മോറൽ റീആർമമെന്റ് അഥവാ MRA എന്ന ഈ ബൂർഷ്വാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തളർത്തി. അതിന് കൂട്ടുകുന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവിടെ നടന്നത് എന്താണ്? തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത. അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു. ഹോളണ്ടിലും ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്യ ഞാൻ കണ്ടു. അതാണ് എന്നെ മാറ്റിയത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കിയത്. നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരനാക്കാനാവില്ല, ശിക്ഷിക്കാൻ കഴിയില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തത് ഇവിടുത്തെ സാമൂഹ്യദ്രോഹികളുടെ സംഘടനയിൽപ്പെട്ട ഇവരെ പോലുള്ളവരാണ്. CG അല്ലേ എല്ലാത്തിനും പ്രേരിപ്പിച്ചത്, നേതൃത്വം കൊടുത്തത്? ജയചന്ദ്രനെ കൊല്ലാനും സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറം അച്ചടിച്ച് പ്രചരിപ്പിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഇല്ല. പെൺവാണിഭ കേസിലെ പ്രതി ആൻഡോ ജാമ്യത്തിൽ ഇറങ്ങി സത്യം വെളിപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവനെ തടവിലാക്കിയത് നിങ്ങളല്ലേ? ആൻഡോയെ തടവിലിട്ടിരിക്കുന്നു. എവിടെ? സഖാവ് പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക്. സാരമില്ല, വാ. വേണ്ട സഖാവേ, സഖാവ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. സഖാവിന്റെ ജീവൻ അപകടത്തിൽ. ഇന്നത്തെ മെയ് ദിനാഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് 10-15 പേർ ITSകാരുടെ വേഷത്തിൽ പോയിട്ടുണ്ട്. സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഖാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം. സഖാക്കളെ, അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹൂതി ചെയ്ത്
ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ട്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായിരുന്ന പഴയകാല പല നേതാക്കന്മാരും ഏറ്റെടുക്കേണ്ടത് യുവജനം. മറ്റൊന്ന്, സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാർ കള്ളക്കടത്തുകാരും മദ്യമുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ, വർഗീയ ഫാസിസ്റ്റുകൾ, ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത്. ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സലാം. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതാകും. സഖാക്കളെ, വർഗീയ ഫാസിസ്റ്റുകൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന്, നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അനങ്ങി പോകരുത്. വണ്ടിയിലോട്ട് കയറ, വണ്ടിയിലോട്ട് കയറാൻ. നിൽക്കവിടെ. ഇല്ലെങ്കിൽ നീ കൊല്ലുവോ? എങ്കിൽ വെക്കണ അവിടെ. ഒരു ശിവദാസനെ കൊന്നത് കൊണ്ട് നീ ജയിക്കില്ല. ഒന്നിനു പകരം 1000 ശിവദാസന്മാരിവിടെ ജനിക്കും. വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട. ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല. മണൽത്തരികളിലല്ല, ഉറച്ച പാറക്കെട്ടിലാണല്ലോ എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. അയഞ്ഞ പേശികളല്ല, ബലമുള്ള ഉരുക്കു മുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത്. ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല.
സാരമില്ല സഖാവേ. ഈ ചോര മങ്ങിപ്പോയി നമ്മുടെ കുടിക്ക് നിറം പകരുമെങ്കിൽ എനിക്കത് മതി. ഒരപേക്ഷയുള്ളൂ, വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രസ്ഥാനത്തെ വളർത്താൻ, ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ.